பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. Point table and final result of Eagle Gaming X Xlandis PvP, the Rampage the PvP tournament in the winner and the final scoreboard is here. And here we go. The final result is Italia with 101 point ഓടുകൂടി ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തൊട്ട് താഴെ TVA വിത്ത് 81 പോയിന്റ് ഓടുകൂടി #2 ആയിരിക്കുകയാണ്. ആൻഡ് ടോപ്പ് 3യിലേക്ക് RZ7 ലൈനപ്പ് വന്നിരിക്കുന്നു. 79 പോയിന്റോടുകൂടി RZ7 മൂന്നാമത്തെ ഇതിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 64 പോയിന്റ് ആണ് നമ്മുടെ #4. ആൻഡ് TGA 58 പോയിന്റോടുകൂടി #5ലേക്ക് പോയിരിക്കുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ #6ഓടുകൂടി 55 പോയിന്റ് എത്തിയിരിക്കുന്നു. ആൻഡ് #7 ഇവിടെ Z30 എൽ ക്ലാസിക്കോയും 55 പോയിന്റ് ഷെയർ ചെയ്യുകയാണ്. ആൻഡ് മാസ് നോക്കിയാൽ #8ഓടുകൂടി 54 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് KVA ഇവിടെ നോക്കുകയാണെങ്കിൽ 46 പോയിന്റ് സെക്യൂർ ചെയ്ത് 9ാം സ്ഥാനത്താണ് KVA. ആൻഡ് 10ാം സ്ഥാനത്ത് ചോട്ടാ മുംബൈ ആണ് 38 കില്ലോടുകൂടി 38 പോയിന്റോടുകൂടി ചോട്ടാ മുംബൈ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 11ാമത് RZ7X DLX ആണ് 35 പോയിന്റോടുകൂടി 11ാം സ്ഥാനത്ത്. അതുപോലെ മാഫിയ നോക്കുകയാണെങ്കിൽ 5 പോയിന്റോടുകൂടി 12ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട് ഈസ് ദിസ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഇറ്റാലിയ ഫോർ ബിക്കമിംഗ് ദ ചാമ്പ്യൻ ഓഫ് റാംപേജ്. ഈഗിൾ എക്സ് എക്സലൻസ് നടത്തിയ റാംപേജ് PvP ടൂർണമെന്റിന്റെ ചാമ്പ്യൻ ആയത് ഇറ്റാലിയാണ്. ആൻഡ് റണ്ണർ അപ്പ് ഈസ് TVA ആണ്. തലയെവെട്ടും അധോലോകം ഈസ് ദ റണ്ണർ അപ്പ്. ആൻഡ് RZ7 ഈസ് ദ സെക്കൻഡ് റണ്ണർ അപ്പ് ഹിയർ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദ ടീംസ് ആൻഡ് പ്ലേയേഴ്സ്. ആൻഡ് നമുക്ക് MVP-ലേക്ക് പോവാം. MVP ഗ്രാൻഡ് ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് ഒസാക്കയാണ്. ആൻഡ് ഓവറോൾ മാച്ചിൽ ഓൾ സ്റ്റേജസിലേക്ക് ഞാൻ പോവാണ്. ഹിയർ വി ഗോ. MVP ഓഫ് ദ ടൂർണമെന്റ് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ടൂർണമെന്റ് MVP വിൽ ബി Villu Professor and Itachi sharing first place with 30 kills. 30 കില്ലോടുകൂടി വില്ലും ഇറ്റാച്ചിയും ഷെയർ ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുന്നത് TVA വില്ലു പ്രൊഫസർ ആൻഡ് TVA ഇറ്റാച്ചിയാണ് 30 കില്ല്. 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നോക്കിയാൽ CMന്റെ ഒരു പ്ലെയർ ആണ്. ആൻഡ് തൊട്ട് താഴെ നമ്മുടെ KVA ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്. അതുപോലെ KVA വിംപി ഉണ്ട്. TGA റോബ് ലൂക്കി ഉണ്ട്. BS ക്യൂബൻ ഉണ്ട്. ആൻഡ് Z30 ഒഡിസി ഉണ്ട്. RZ7 വിസ്ഡം ഉണ്ട്. നീലകണ്ഠൻ ഉണ്ട്. നീലുണ്ട്. TGA സുരേഷ് ഉണ്ട്. മാസ് അൺബാൻ ഉണ്ട്. TVA സ്നൈപ്പ് ഉണ്ട്. മെസ്ബോയ് ഉണ്ട്. IGL ത്രാഗ് ഉണ്ട്. സോ ഇതാണ് ദ ഫൈനൽ റിസൾട്ട്സ്. ആൻഡ് പ്രൈസ് മണി ടൂർണമെന്റിന്റെ പ്രൈസ് മണി 3 ദിവസത്തിനുള്ളിൽ എല്ലാ ടീംസുകളുടെയും കയ്യിൽ അവരവരുടെ പ്രൈസ് പൂൾ എത്തുന്നതായിരിക്കും. ആൻഡ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാ പ്രൈസ് മണിയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ആൻഡ് സ്ലോട്ടിൻ്റെ കാര്യം ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ടോപ്പിൽ വന്ന 2 ടീമുകൾക്കും ഇവിടെ സ്ലോട്ട് ഇല്ല ആക്ച്വലി. സോ അപ്പോൾ ആ ഒരു സ്ലോട്ടിന് വേണ്ടി ആരായിരിക്കും ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. സോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറയാണ്. ആൻഡ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് പറയുവാണ്. അല്ല ടൂർണമെന്റ് സ്പെക്ക് ചെയ്തതുകൊണ്ട് ഇല്ല, ഞാൻ പറയുവാണ്. ഞാൻ പറയട്ടെ. ടൂർണമെന്റ് സ്പെക്ക് ചെയ്തുകൊണ്ട് പറയുവാണ്. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീംസും ഡിസേർവ്ഡ് ആണ്. ആൻഡ് ഡിസിഷൻ എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ വിൽ ബി അത് എക്സ്ലാൻഡിസ്റ്റിന്റെ അഡ്മിൻ പാനലിൽ നിന്നായിരിക്കും. ആൻഡ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാ ഇതിൽ ടോപ്പ് നിൽക്കുന്ന 3 ടീമും വേൾഡ് ഡിസേർവ്ഡ് ടു ബി പ്ലേ ഇൻ എക്സ്ലാൻഡിസ്. ആൻഡ് ബാക്കി ഡിസിഷൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്ലാൻഡിസിന്റെ പേജിൽ കൂടെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ട്. സോ എന്തായാലും നമുക്ക്
ആൻഡ് ഓവറോൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ TVA 11 മാച്ചും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ TVA ടോപ്പ് ഓഫ് ദ ഓവറോൾ സ്റ്റാൻഡിംഗ് വിത്ത് 276 പോയിന്റ് ആണ് TVA സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് അവർ പ്ലേസ്മെന്റ് പോയിന്റുകൾക്കാണ് നോക്കിയിരിക്കുന്നത്. ആൻഡ് പ്ലേസ്മെന്റ് പോയിന്റ് നല്ല രീതിയിൽ എടുത്ത് ഇറ്റാലിയ 238 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് KVA ആണ് 217 മൂന്നാമതും, മാസാണ് 4 സ്ഥാനത്തും, TG ആണ് 5 സ്ഥാനത്തും, Z30 6 സ്ഥാനത്തും, RZ7 7 സ്ഥാനത്തും, KVA 8 സ്ഥാനത്തും, ഛോട്ടാ മുംബൈ 9 സ്ഥാനത്തും, TVA X CSK 10 സ്ഥാനത്തും ആണ് വന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് എവരി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നമുക്ക് വേറെ അല്ലാതെ കുറച്ച് കാര്യങ്ങളുടെ കുറച്ച് ക്രൂവിനും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനും പറയാനും ഉണ്ട്. എല്ലാവരുടെ അടുത്തും കുറച്ച് താങ്ക് യു പറയാനുണ്ട്. സോ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഇറ്റാലിയയിലെ ആൾക്കാരെ വിളിക്കാം. ഇറ്റാലിയയിലെ അവരെ ഒന്ന് വിളിക്കുമോ? അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഇങ്ങോട്ട് ടീം ഫുൾ ഇരിപ്പുണ്ട് അവിടെ. അവർക്ക് ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ടോ എല്ലാവരും വരാൻ പറ. സോ നമുക്ക് ഇറ്റാലിയെ വിളിക്കാം. അങ്ങനെ കഴിഞ്ഞു ഈഗിൾ നമ്മുടെ ഫൈനൽ. അവർ ചോദിച്ചോ, ഡ്രാഗ് ചോദിച്ചോ അവരുടെ അടുത്ത്? എല്ലാരും വരാൻ താല്പര്യമുണ്ടെന്ന് പറയാം. എന്നാ എല്ലാരും വിളിക്കാം, എല്ലാരും വിളിക്കാം, എല്ലാരും വിളിക്കാം. സോ വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാരും വരട്ടെ. സോ എല്ലാവർക്കും വെൽക്കം. നിങ്ങളാണ് അപ്പൊ ചാമ്പ്യൻസ്. ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ടീം റാംപേജ്. ടോട്ടലി എത്രയാണ്? 232 പോയിന്റ് ആണ് ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ജേണി. സംഭവം എന്ന് വെച്ചാല് എല്ലാം ഏകദേശം വിചാരിച്ച പോലെ ഫസ്റ്റത്തെ എല്ലാ കളിയും പോയി. ലാസ്റ്റത്തെ കളി പിന്നെ നമ്മള് കുറച്ച് ഡിസ്കോഡിനൊക്കെ കുറച്ച് ഇഷ്യൂ വന്ന് അങ്ങനെ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റി. ഇടയ്ക്ക് വെച്ച് ഡിസ്കോഡ് മൊത്തത്തിൽ ഡിസ്കണക്ട് ആയിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് കളിയിൽ കുറച്ച് ഇതായി. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നല്ല കളിയായിരുന്നു എല്ലാവരും. ഓക്കെ. സോ നമ്മുടെ ഒരു റൂൾസ് പ്രകാരം എക്സ്ലാൻഡിസ് സിറ്റിയിൽ ഒരു സ്ലോട്ടായിരുന്നു ടോപ്പിൽ വരുന്ന ടീമുകൾക്ക്. സ്ലോട്ടിൽ ഇല്ലാത്ത പ്ലേയേഴ്സ് ആരെങ്കിലും ആണ് ടോപ്പ് 3 വരുന്നതെങ്കിൽ അവർക്കൊരു സ്ലോട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഓഫർ ചെയ്തിരുന്നത്. കറന്റ് നിങ്ങൾ ഇറ്റാലി എന്നുള്ള പേരിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകാനാണോ താല്പര്യം? ഗ്യാങ് കളിക്കുന്നില്ല. സോ അപ്പൊ നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ അടുത്ത വരുന്ന ഒരു ഗ്യാങ്ങിനായിരിക്കും ആ ഒരു ചാൻസ് കൊടുക്കാൻ പോണത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൈസ് പൂൾ ഒരു 3 ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാൽ മതി. എന്താ നിങ്ങളുടെ അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കും ഒരു 3 ഡേയ്സിനകത്ത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? വേറെ അധികം ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല, നമ്മള് മാത്രമല്ല ബാക്കി എല്ലാ ടീംസും നല്ലോണം കളിച്ചു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ താങ്ക് യു. ഓക്കെ. ഓക്കെ.